നമ്മുടെ ഈ വീഡിയോസിൽ ഞങ്ങൾ മുണ്ടക്കൈ വരെ പോകുന്നൊരു യാത്രയാണ്. ഞങ്ങൾ വയനാട് എത്തി. ചുരത്തിൽ ഏകദേശം മഴയായതുകൊണ്ട് ഞങ്ങൾ നേരെ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോണത്. ഏകദേശം 6-ാം വളവ് എന്താണ് ഇവിടെ. പിന്നെ അങ്ങോട്ടുള്ള യാത്ര നമ്മളെ സുഖസുന്ദരമാക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, യൂട്യൂബ് ഇടാൻ മതി. ആ ബാഗ് ഇതിലേക്ക് ആക്കട്ടോ. ചുരത്തിൽ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ പോകുന്നത്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും കാണുന്ന ഏരിയകൾ തന്നെ. പിന്നെ നമ്മൾ പോണത് 900 കണ്ടി വഴിയാണ് പോണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം പറയുന്നത് ഇങ്ങനത്തൊക്കെയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. അതിൻ്റെ നേരെ പുറകിൽ വെള്ളം ഒഴുകുന്ന എവിടുന്നോ വരുന്നു എവിടുന്നോ ഒഴുകുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. നല്ല ഹൈറ്റിൽ നിന്ന് എടുക്കുന്ന, സൂം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്ത് രസം അറിയോ. നമ്മൾ 1-2 ദിവസം ഒരു യാത്ര ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു 60-70 കിലോമീറ്റർ യാത്ര ചെയ്യുക. ഒരു സമയം കണക്കാക്കി പോവുക. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കവർ ചെയ്യുക. മാക്സിമം കവർ ചെയ്തുകൊണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഉള്ള സമയം വെച്ചിട്ട് ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് കറങ്ങി തിരിച്ച് പോകാനുള്ള ഉദ്ദേശത്തിനുള്ളത്. ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ ആദ്യം പോണ സൂചിപ്പാറ പ്ലാൻ ചെയ്തേനു. പക്ഷെ അവിടെ പോയപ്പോൾ സമയമല്ല. ആ 1/2 മണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങിപ്പോലും നടക്കൂല. പിന്നെ അങ്ങോട്ടുള്ള യാത്ര തന്നെ നമ്മളെ മുണ്ടക്കയിലാണ്. അവിടുത്തെ അവസ്ഥ എന്തെന്ന് അറിയില്ല. ബാക്കിയുള്ള വീഡിയോ മൊത്തം നമുക്ക് ഇതിൽ കാണിച്ചു തരാം. എന്താ അവസ്ഥ, എന്ത് പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അവിടെ എത്തിയാൽ അറിയാം, അവിടെ കയറാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫുള്ളും കാണും എല്ലാവരും. പോയിന്റിൽ എക്കോ അടിക്കും. ഹലോ എന്ന് പറഞ്ഞാൽ എക്കോ അടിക്കും. മഴ ഉണ്ട് വിചാരിച്ച് കോട്ടിട്ട് അപ്പോഴേക്കും മഴ പോയി. പിന്നെ കോട്ടയക്കാൻ നേരമല്ല. എപ്പോൾ മഴ പെയ്യുമെന്നറിയില്ല. മഴ മൂടുണ്ട്, എന്നാലും പ്രതീക്ഷ മഴ പെയ്യുന്നുള്ളതാണ്. അങ്ങനെ പോവുകയാണ്. ഇനി എവിടെ വെച്ച് നിർത്തിയിട്ട് കോട്ട കഴിക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ ഏകദേശം സൂചിപ്പാറയിൽ കയറാൻ കഴിഞ്ഞില്ല. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ 5:30 ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാക്കാൻ വിചാരിച്ച് തിരിച്ച് നേരെ മുണ്ടക്കയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ ഇതേമാതിരി പ്രശ്നമുണ്ട്. അവിടെ ഈ സമയത്ത് അവിടെ കയറാൻ പറ്റില്ല. അവിടുത്തെ കാഴ്ചകളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേമാതിരി ഞങ്ങൾ നേരെ തിരിച്ച് വേറെ റൂട്ടിലേക്ക് കയറി. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടായി. പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഈ കാണുന്ന കാഴ്ചയാണ് ഉരുള് കൊണ്ടുപോയ സ്ഥലം എന്ന് പറയുന്നുണ്ട്. പല വീഡിയോസിലും കാണാം, ന്യൂസിലും കാണാം അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. ഇവിടെ ഒന്നും ആൾക്കാരില്ല, എല്ലാവരും മാറിപ്പോയിന്. ഏകദേശം മല മണ്ടയിലെത്തണം. അത്രയും ദൂരമാണിത്. ഇവിടുന്ന് പൊട്ടിയെന്ന് പോലും മര്യാദയ്ക്ക് കാണൂല. അങ്ങനെയാണ്. ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിക്കാനുള്ള പരിപാടിയാണ്.